മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ ചോറ് ബാലൻസ് വരും. അപ്പോൾ അത് നമ്മൾ അല്ലെങ്കിൽ കോഴിക്കൊക്കെ കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ തിളപ്പിച്ച് വീണ്ടും കഴിക്കും. അപ്പോൾ ഇതിനോണ്ടൊരു രാവിലത്തെ ചായൻ്റെ കടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു 3 കപ്പ് ചോറുണ്ട്. ഞാൻ തലേന്നത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം അത് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിന്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കയ്യിൽ നല്ല ഒട്ടി പിടിക്കുക. അപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാണ്. അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ജീരകം കരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളം ഇതിൽ ചേർക്കന്നെ വേണ്ട. വെള്ളം നല്ല വറ്റിയിട്ട് വേണത്. അധികം വെള്ളം ഈ ചോറിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ തന്നെ നമുക്ക് പൊടി ഒരുപാട് ഇടേണ്ടി വരും. അപ്പോൾ വെള്ളം ചേർത്താൽ. ഇതിലേക്ക് ഞാനൊരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റാണ് ആ ജീരകം കരിഞ്ജീരകം കൂടിയാൽ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടി ഇടുന്നുണ്ട്. 3 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം പാകമായി കിട്ടും. വെള്ളം ചേർക്കാതെ എടുക്കണം. മിക്സിയിൽ അരക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. തവി വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കയ്യിൽ അത്ര കണ്ട് ഒട്ടൂല. മറ്റേ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇതന്നെ ഒട്ടിപ്പിടിക്കും, കാരണം ചോറല്ലേ. അപ്പോൾ അതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആ മാവെല്ലാം ബോളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കണം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ബോളാക്കി വെച്ചിട്ടുള്ളത്. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം പത്തിരി മെഷീനിൽ ഞാനൊരു കവർ വെച്ചിട്ടുണ്ട്. ഈസി 2 ഭാഗത്തും. അത് അങ്ങനെ വെച്ചെടുത്താൽ ഈ പത്തിരിക്കല്ലിൽ ഒട്ടൂല. പത്തിരി മെഷീനിൽ ഒട്ടാതെ നമുക്ക് കിട്ടും. അതേപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒരുപാട് അമർത്തിയാൽ നന്നായിട്ട് വലുതായി പോകും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ മതി. ഇത് എടുത്തിട്ട് നമ്മൾ അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇതേമാതിരി നമ്മൾ അമർത്തിയിട്ട് എണ്ണയിലേക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. ഇത് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ തമ്മിൽ ഒട്ടും. അപ്പം പൊരിച്ചെടുക്കുന്നതിനനുസരിച്ചാണ് ഇതിൽ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പൊരിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടാവണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ ചോറല്ലേ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗം മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഇതേപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിടാം. അപ്പോൾ അതേപോലെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്ത് കറി കൂട്ടിയിലും രാവിലെ ചായൻ്റെ കടിയോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ട്രിക്ക് ആൻഡ് ട്രിപ്സിൽ ഉണ്ടാക്കിയതാണ്. അവർ കോഴിക്കോട്ടുകാരാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അങ്ങനത്തെ ഐഡിയകളൊക്കെ നന്നായിട്ട് അറിയും. അപ്പോൾ ഞാനതേപോലെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ഉഷാറായി. അപ്പോൾ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ എല്ലാ ബോളും ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും ചായൻ്റെ കൂടെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. കറി കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്. കുറച്ച് മൊരിഞ്ഞ പോലെയാണ്, എന്നാലും സോഫ്റ്റും ഉണ്ട്. ഇത് കൊച്ചു കുട്ടികൾക്കും കഴിക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വീർത്ത് നല്ല ഉഷാറായിട്ടുണ്ട്. ആ തേങ്ങയും ജീരകവും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ബാക്കി വന്ന ചോറ് കൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കണ്ട. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ണൂർക്കാരെയും ഒക്കെ പത്തൽ എന്ന് പറയും. ഞാനിതുവരെ പത്തൽ ഉണ്ടാക്കിയിട്ടില്ല. അരി അരച്ചിട്ടും ഈ പത്തൽ ഉണ്ടാക്കാം. അപ്പോൾ ചോറ് ബാക്കി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണിക്കണ്ടേ. അപ്പോൾ ഈ രീതിയിൽ കാണിച്ചാൽ ചോറ് നമ്മൾ കളയും വേണ്ട. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്